ഓച്ചിറ കൊറ്റമ്പള്ളി മാർ ഏലിയ ചർച്ചിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മാർ ഏലിയ ദീർഘദർശിയുടെ ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായാണ് കൺവെൻഷൻ നടന്നത്. മാർ ഏലിയ ദീർഘദർശിയുടെ ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായാണ് ഓച്ചിറ കൊറ്റമ്പള്ളി മാർ ഏലിയ ഓർത്തഡോക്സ് ചർച്ചിൽ കൺവെൻഷന് തുടക്കമായത്. സന്ധ്യാ നമസ്കാരം, ഗാനശുശ്രൂഷ എന്നിവയ്ക്ക് ശേഷമായിരുന്നു കൺവെൻഷൻ ആരംഭിച്ചത്. കൺവെൻഷൻ ഉദ്ഘാടനവും വചന ശുശ്രൂഷയും ഫാദർ തോമസ് രാജു കരുവാറ്റ നിർവഹിച്ചു. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് നമ്മുടെ ആരാധനാക്രമത്തിൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ പറയുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം. നിങ്ങൾക്കറിയുള്ളതുപോലെ നമ്മൾ 4-ാമത്തെ തുദ്ദേൻ വായിക്കുന്നതിന് മുൻപും പിൻപുമുള്ള രഹസ്യ പരസ്യ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ ഇവിടെ വളരെ ഭംഗിയായി നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ വിശുദ്ധരുടെ പെരുന്നാളുകൾ ആചരിക്കുന്നതെന്ന് പറയുന്നത്. അവിടെ ചൊല്ലുന്ന പ്രാർത്ഥന, ഏത് ഭക്സാമാറി ചൊല്ലിയാലും ചൊല്ലുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവേ, നിന്റെ വിശുദ്ധന്മാരുടെ സുഹൃത ജീവിതത്തെ അതേപടി അനുകരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ യോഗ്യരാക്കണം. പെരുന്നാളുകളുടെ എല്ലാം പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. ട്രസ്റ്റി മോനച്ചൻ ഉണ്ണുണ്ണി നന്ദി പറഞ്ഞു. തുടർന്ന് സമർപ്പണ പ്രാർത്ഥന, ആശീർവാദം എന്നിവയും നടത്തി. ജൂലൈ 20-ന് ഓർമ്മ പെരുന്നാളും കൺവെൻഷനും സമാപിക്കും. സമാപന ദിവസമായ 20-ന് മൂന്നിന്മേൽ കുർബാന, ആചാര്യന്മാരുടെ കബറിങ്കൽ ധൂപപ്രാർത്ഥന, സെമിത്തേരിയിൽ ധൂപപ്രാർത്ഥന, പ്രദക്ഷിണം, കൊടിയിറക്ക, അനുമോദനം, കൈമുത്ത്, നേർച്ച വിളമ്പ്, വെച്ചൂട്ട് എന്നിവ നടക്കും. കുന്നം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ഫാദർ ജോയിസ് വി ജോയി, ദേശത്ത് പട്ടക്കാരന്മാരായ ഫാദർ റോയി തങ്കച്ചൻ, ഫാദർ തോമസ് മാത്യു എന്നിവർ കാർമ്മികത്വം വഹിക്കും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.